ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ജമ്മുകാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ ഉന്നതതല യോഗം ചേർന്നു. കരസേനാ മേധാവിയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യം യോഗം വിലയിരുത്തി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായിരുന്നു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുടെ സന്ദർശനം. ജമ്മുകാശ്മീരിലേക്കുള്ള കരസേനാ മേധാവിയുടെ രണ്ടാമത്തെ സന്ദർശനമാണിത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും കരസേനാ മേധാവി പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യം യോഗം വിലയിരുത്തി. ജമ്മുകാശ്മീരിൽ 3000-ലധികം സൈനികരെ വിന്യസിച്ചു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. 3 ഇൻഫൻട്രി ബറ്റാലിയൻ സംഘവും പാരാ സ്പെഷ്യൽ ഫോഴ്സും ജമ്മുവിലെത്തി. കേന്ദ്ര സായുധ പോലീസ് സേനയിലെ കൂടുതൽ സംഘങ്ങളെയും ജമ്മുവിലെത്തിക്കും. ജമ്മുകശ്മീരിൽ സംയുക്ത സൈനിക നടപടിക്കാണ് നീക്കം. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. സുരക്ഷാ സേനയുടെ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. 24 ഡൽഹി.